ചേച്ചി വാ ചേച്ചി, നമുക്ക് ചെസ് കളിക്കാം. ടൈം ഇല്ലടാ, ബണ്ണിക്ക് ബിരിയാണി വേണോന്ന് പറഞ്ഞു, അതുണ്ടാക്കാം. നമ്മുടെ ബണ്ണിയുടെ കാര്യം തന്നെയാണോ ചേച്ചി പറയുന്നത്? വളിച്ച പിസ തിന്നോട് നടന്നവനാ. എപ്പോഴും ചേച്ചിയുടെ കളിക്കൂ, ഞാനായ ശരിയാവില്ലേ? അതിന് നിനക്ക് ചെസ് എന്താന്നറിയോ? ചെസ് അറിയാവോന്നോ? വെക്കടാ മൂട്ടെ ബോർഡ്. തോറ്റെങ്ങാനും പോയ നിന്റെ തലക്കിട്ടേം കിടക്കും, പറഞ്ഞേക്കാം. നീ തോറ്റു പോയാ എനിക്ക് ഇഷ്ടമുള്ള അത്രയും തവണ നിന്നെ ഞാൻ വേലപ്പാ വേലപ്പാന്ന് വിളിക്കും. കളി ചെക്ക് ഇപ്പൊ എന്തോ ചെയ്യും? എന്ത് ചെയ്യും? ഇത് പറ്റില്ല, ചേച്ചിയാ കളിച്ചത്, ഇത് ശരിയാവില്ല. നീ എന്നോട് സംസാരിക്കും, ഞാനാ കളിക്കുന്നത്. ഈ കളി ക്യാൻസൽ. ഏയ് തന്നോട് കളിക്കാൻ പറഞ്ഞേ? ഡിസ്റ്റർബൻസ് ഓഫ് ഇന്ത്യ, അത് ക്യാൻസലായി. കളി കളി. ഇതെന്താ കുതിര ഇങ്ങനെ വെട്ടുന്നത്? അത് കുതിരയോട് എന്നെ ചോദിക്കും. നാണല്ലേടോ ചെറിയ പിള്ളേരെ ചീറ്റിയാ നോക്കുന്നോ? തോറ്റത് നീയാ, ഞാനാ ജയിച്ചത്. വേലപ്പ 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 വേലപ്പ. സോറി മാം. ക്ലാസ് എക്സ്റ്റെൻഡ് ആയാലോ? ഓക്കെ, ഇല്ലെങ്കിൽ എനിക്ക് നേരത്തെ പോണം. മധു, എന്ത് പറ്റി നിനക്ക്? മാം, അത് ഞാൻ ചെറിയൊരു ഇൻസിഡന്റ് ഓർത്തു പോയതുകൊണ്ടാ. ഞാൻ ചോദിച്ചത് നീ ഓർത്ത് ചിരിച്ച ഇൻസിഡന്റിനെ കുറിച്ചൊന്നും അല്ല, നിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചാ. നോട്ടീസ് ബോർഡ് നോക്കിയില്ലേ നീ ഒരു സബ്ജക്റ്റിന് ഫെയിലാണ്. എന്താ ഷോക്കായോ നിനക്ക്? നീ പാസ്സായാലും ഫെയിലായാലും ഒറ്റ മാർക്കിന്റെ ഡിഫറൻസിലല്ലേ? മധു, ഒരു തവണ നീ ഇവിടുത്തെ ഗോൾഡ് മെഡൽ വിന്നർ ആയിരുന്നു, എന്നിട്ട് ഇപ്പോഴോ ജസ്റ്റ് പാസ്. നിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ദിസ് ഇസ് യുവർ ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ് സെമസ്റ്റർ. എത്ര കഷ്ടപ്പെട്ടാലും പാസ്സാകാൻ പ്രയാസമാണ്. നീ എക്സാമിൽ മാത്രം ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യും. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകും. 5 minutes ഡോക്ടർ, എന്റെ അച്ഛൻ ഇപ്പൊ വരും. പ്ലീസ്. ഇല്ല മോളെ, അയാൾ വരില്ല. എന്താന്ന് വെച്ചാ അയാൾ ഇതുവരെയായിട്ടും എന്നെ ഭാര്യയായിട്ട് കണ്ടിട്ടേ ഇല്ല. മോളൊരു കാര്യം ഓർത്തു, ആണുങ്ങളുടെ തലവിലാകാതെ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കണം. ഇല്ലെങ്കിൽ നമ്മളെന്നും ഭർത്താവിന്റെ അടിമയെ പോലെ കിടന്ന് അവരുടെ ആട്ടും തുപ്പും കേൾക്കേണ്ടി വരും. അമ്മ ഇതൊക്കെ ഒരുപാട് അനുഭവിച്ചതാ. അതുകൊണ്ടാ നിന്റെ അച്ഛനോട് അമ്മ വഴക്കുണ്ടാക്കി നിന്നെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടി അയച്ചത്. ഞാനിത് തിരിച്ചു വരുമെന്നുള്ള വിശ്വാസമൊന്നും അമ്മയ്ക്കില്ല മോളെ. ഇങ്ങനെയൊന്നും പറയരുത്. എന്റെ മോള് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും എന്റെ പഠിത്തം പൂർത്തിയാക്കാതിരിക്കരുത്. ഡോക്ടർ ആവണം മോളെ. ആവല്ലേ? ഡോക്ടർ ആവണം, ആവണം, ഡോക്ടർ ആവണം, ആവണം, ഡോക്ടർ ആവണം. മധു എത്തിയോ? ആളാകെ മൂഡ് ഓഫ്. എന്തോ പ്രോബ്ലം ഉണ്ട്. ഒരു പ്രോബ്ലം ഇല്ല, ഞാനിപ്പോ വിളിച്ചോണ്ടുവരാം. ഏയ് മധു, താനെന്താ ലേറ്റ് ആയത്? തനിക്ക് വേണ്ടി അവിടെ എല്ലാരും കാത്തിരിക്കാ. വാ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? താനല്ലേ പറഞ്ഞ വാസുവിന്റെ പേരിട്ട് ഇവിടെ ആക്കാമെന്ന്, എന്നിട്ട് ഇപ്പൊ എന്ത് പറ്റി?
ഞാൻ കുറച്ച് ടയർഡാ. പ്ലീസ് എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്. എന്താ മധു, തനിക്ക് എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല. എന്നാ എഴുന്നേറ്റ് വാ, അവിടെ എല്ലാരും വെയിറ്റ് ചെയ്യല്ലേ. പറഞ്ഞ മനസ്സിലാവില്ലേ? വരുന്നില്ല എന്ന് എത്ര പ്രാവശ്യം പറയണം? അസുഖം വല്ലതാണോ? ആ ചൂടുണ്ടല്ലോ, വാ ഡോക്ടറെ അടുത്ത് പോവാം. വേണ്ട. വാ മധു, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ. വേണ്ട. താൻ ഇങ്ങനെ ആവശ്യമില്ലാതെ വാശി പിടിക്കാതെ വന്നേ. എന്റെ ധൈര്യത്തില്ല നീ എന്റെ കൈ കയറി പിടിച്ചത്. നീ ഞാനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എന്നോട് ഡൈവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? ഡൈവോഴ്സ് പേപ്പേഴ്സ് എവിടെ? ഒരു ഒപ്പിട്ടെന്ന് വിചാരിച്ച നീ എന്റെ ഭർത്താവാണെന്ന് വിചാരിച്ചോ? കുറച്ച് ഫ്രീഡം തന്നെന്ന് കരുതി വലിയ അവകാശം സ്ഥാപിക്കാൻ നോക്കണ്ട. ഇത്രയും നാൾ നിന്നോടൊപ്പം ഈ ഫ്ലാറ്റിൽ താമസിച്ചു പോയതാ ഞാൻ ചെയ്ത തെറ്റ്. മതിയാക്കാം. ഇനി മുതൽ നമ്മൾ രണ്ടാളും ഇവിടെ ഒരുമിച്ച് താമസിക്കാൻ പാടില്ല. ഈ വീട്ടിൽ ഇനി നീ ഉണ്ടെങ്കിൽ ഞാനുണ്ടാവില്ല. ഞാൻ പോയേക്കാം. എന്നാ പറ്റോ? നിന്റെ മുഖം പോലും ഇനി കണ്ടുപോകരുത്. ഇറങ്ങി പോവാൻ. ഓക്കെ സർ, പറയാം സർ. എടാ ബന്നി, ഫൈറ്റ് മാസ്റ്റർ ഫോൺ ചെയ്തത്. നീ പെട്ടെന്ന് ഷൂട്ടിംഗ് സ്ഥലത്ത് എല്ലാം പറഞ്ഞു. ശരി. എന്ത് ശരി? ഷൂട്ടിംഗും ഇല്ല, ഒരു കുന്തമില്ല. അടുത്ത ആഴ്ച എക്സാം ആയിട്ടാണോ ഷൂട്ടിങ്ങിന് വന്നത്? എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ലേ? എടാ മധുവിന് അടുത്ത സെമസ്റ്ററിനുള്ള ഫീസ് കൂടി അറേഞ്ച് ചെയ്ത് കൊടുത്തേ പറ്റൂ. അവൾ എന്നോട് അങ്ങനെ പെരുമാറെങ്കിലും എനിക്ക് അവളെ മറക്കാൻ പറ്റൂടാ. പാവ, അവളെ സഹായിക്കാൻ ഞാനില്ലാതെ വേറെ ആരുടെ ഉള്ളത്? സ്പീഡിൽ ഓടിച്ച് ഗിയർ ഡൗൺ ചെയ്ത് ഫ്ലൈ ചെയ്യണം. മാസ്റ്റർ, എന്താ മാസ്റ്റർ? അവൻ പുതിയ പയ്യനല്ലേ? ഈ ബോംബൊക്കെ റിസ്ക് അല്ലേ? എന്താ ഡയറക്ടർ സാറേ, സിനിമ എന്ന് വെച്ചാല് റിസ്കാ. ഷോട്ട് നന്നായിരുന്നാലല്ലേ സിനിമ നന്നാകുള്ളൂ. അവൻ എന്തെങ്കിലും പറ്റിയ അത് പബ്ലിസിറ്റി അല്ലേ. സാറ് ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ ബണ്ണി, ഗുഡ് ലക്ക്. ഓക്കെ ബണ്ണി അളിയ, ബോംബൊക്കെ വെച്ചിട്ടുണ്ടാ, റിസ്ക് ആടാ. നീ ഇത് ചെയ്യണ്ടാ, നമുക്ക് പോവാടാ. പൈസ നമുക്ക് വേറെ എങ്ങനെയും ഉണ്ടാക്കാടാ. ഏയ് ഒന്നുമില്ലടാ, ഏതായാലും വന്നില്ലേ, ഒന്നും ഉണ്ടാവില്ല. വരുന്ന പോലൊക്കെ വരട്ടെ, നോക്കാം. ബണ്ണി, ആർ യു റെഡി? യെസ് മാസ്റ്റർ. സ്റ്റാർട്ട് ക്യാമറ. Dear students, I congratulate all of you for the successful completion of your medical course. This remarkable feat has been achieved for the first time in the college history by Miss Madhumati. Next up, we invite Mr. Kiran to come to the dais. ബണ്ണിയാണെന്ന് വിചാരിച്ചല്ലേ? പിന്നെ അന്ന് നീ എന്തിനാ അവനെ അപമാനിച്ചത്? ഇതുകൊണ്ട് ബന്നി എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതെനിക്ക് കിട്ടില്ലെന്ന ഭയം, അവൻ കാണിക്കുന്ന സ്നേഹത്തിൽ ഞാൻ വീണു പോയേക്കുമോ എന്ന ഭയം, ഞാൻ ഈ ഗോൾഡ് മെഡൽ നേടിയതിലുള്ള സന്തോഷം കാണാൻ ബണ്ണി ഇല്ലാതെ പോയതിൽ എനിക്ക് സങ്കടമുണ്ട്. അപ്പോ നീ അവനെ സ്നേഹിക്കുന്നുണ്ടല്ലേ? എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നിനക്ക് ഗോൾഡ് മെഡൽ കിട്ടാൻ തന്നെ കാരണം ബണ്ണിയാണ്. നിന്റെ ഫീസ് അടയ്ക്കാൻ വേണ്ടി അവൻ എന്താ ചെയ്തെന്നറിയോ? ഒരു മാസമായിരിക്കുന്നു. ബണ്ണിയുടെ കണ്ടീഷൻ ഇപ്പൊ ഓക്കെയാണ്. നിന്നോട് കാര്യം പറയരുതെന്ന് പറഞ്ഞിരുന്നു. സോറി ഡി,
ബണ്ണി നിന്നെ തിരക്കി ഇവിടെ വന്നിരുന്നു. നിനക്ക് ഡിസ്റ്റർബ് ആവുമെന്ന് കരുതി നീ ഫ്ലാറ്റിലേക്ക് പോയെന്ന് ഞാൻ കള്ളം പറഞ്ഞു. അത് ഹായ് മധു, താനെന്ന് എത്ര സന്തോഷവതിയായിരിക്കും എനിക്കറിയാം. ആ സന്തോഷം കണ്ണുനിറയെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും എന്റെ മുഖം പോലും കാണണ്ടാന്ന് മധു പറഞ്ഞിട്ടുള്ളതുകൊണ്ട് തിരികെ പോകുന്നു. അറിയാതെയാണെങ്കിലും അന്ന് ആ ലെറ്റർ തന്റെ നോട്ട്ബുക്കിൽ വെച്ച് ഞാനൊരു തെറ്റിയതു. ഫ്ലാറ്റിൽ വെച്ച് തന്റെ മനസ്സ് വേദനിപ്പിച്ച് വീണ്ടും ഞാൻ തെറ്റിയതു. തനിക്ക് എന്നെ ഇഷ്ടമല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഞാൻ അറിയാതെ സ്നേഹിച്ചു പോയതും എന്റെ തെറ്റ് തന്നെയാണ്. ഇതെല്ലാം തെറ്റാണെന്ന് അറിയാമെങ്കിലും എന്തുകൊണ്ടാണ് തന്നോട് ഇത്രയേറെ ഇഷ്ടം എന്ന് എനിക്കറിയില്ല. സ്നേഹിക്കുന്നവർ എന്ത് ചോദിച്ചാലും അത് കൊടുക്കണമല്ലോ. അതുകൊണ്ടാ താൻ ചോദിച്ച ഡൈവോഴ്സ് പേപ്പർ പോലും ഞാൻ തരുന്നത്. എന്തിനെങ്ങനെ ചെയ്തത്? എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ സ്വാർത്ഥത കൊണ്ടായിരുന്നു. എത്രമാത്രം കഷ്ടപ്പെട്ടു നീ. എവിടെയാ നീ? നിന്നെ വിട്ട് ഞാൻ പോവില്ല. നിന്നെ വിട്ട് ഞാൻ പോവില്ല. ബണ്ണി, ഞാൻ വിജയ സംസാരിക്കുന്നത്. ബണ്ണിയില്ല. നിനക്ക് ഇനിയും മതിയായില്ലേ? നീ കാരണം അവന് പഠിത്തം പോലും നഷ്ടപ്പെട്ടത്. ഒരു പ്രാവശ്യം ചത്ത് ജീവിച്ചതവൻ. ഇനിയെങ്കിലും അവനൊന്ന് വെറുതെ വിട്ടൂടെ? ഇത്രയൊക്കെ ചെയ്തത് മതി. ദയവേത് ഇനി അവനെ ഡിസ്റ്റർബ് ചെയ്യരുത്. ഒരൊറ്റ തവണ എനിക്ക് ബണ്ണിയോട് സംസാരിച്ചാൽ മതി. അവൻ എല്ലാം ഉപേക്ഷിച്ച് ഇവിടുന്ന് പോയി. ഇപ്പൊ ചെന്ന റെയിൽവേ സ്റ്റേഷനിൽ കണ്ടേക്കും.